ഞാൻ ഇന്നൊരു ചിക്കൻ മന്തി ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം മന്തീൻ്റെ ആദ്യമായിട്ട് ഉണ്ടാക്കുന്നതെന്നൊരു മന്തി. അപ്പോൾ ഞാൻ നോക്കട്ടെ എങ്ങനെ ഉണ്ടാക്കുന്നത്. ഞാൻ യൂട്യൂബിലെല്ലാം നോക്കിയിട്ട് തന്നെ ഉണ്ടാക്കുന്നത്. അപ്പോൾ ആദ്യം ചിക്കൻ കഴുകി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതൊരു കുക്കറിലേക്ക് എടുത്ത് നോക്കട്ടെ. ശേഷം അതിൻ്റെ അകത്ത് പിന്നെ കുറച്ച് ക്യാപ്സിക്കം പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് നമ്മൾ ബിരിയാണിയിൽ നമ്മൾ ഉണ്ടാക്കില്ല, മന്തി ആദ്യമായിട്ട് ഉണ്ടാക്കും. അതിട്ടതിന് ശേഷം ഇതിൻ്റെ ഒരു മസാല നമ്മൾ പാക്കറ്റ് വാങ്ങിച്ചിട്ടുണ്ട്. ഇതിനകത്ത് എന്തെല്ലാം സാധനമുണ്ട്. പിന്നെ മാഗി ക്യൂബ്, ചെറുനാരങ്ങ ഉണങ്ങിയത്, പിന്നെ മല്ലി, കുരുമുളക്, പട്ട, എല്ലാ ഐറ്റംസും ഉണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് നിന്ന് ഒലിവ് ഓയിലല്ല സൺഫ്ലവർ ഓയിൽ ഇതെല്ലാം ഉണ്ട്. അപ്പം നമ്മൾ അതൊന്ന് ഒഴിച്ചിട്ട് അതിൻ്റെ അകത്തേക്ക് മിക്സ് ചെയ്തിട്ടിടാം. അപ്പോൾ അതിന് വാങ്ങിച്ചൊരു മസാലപ്പൊടി അതും കൂടി മിക്സ് ചെയ്യട്ടെ. ഇതിനകത്തിപ്പോൾ പട്ട, പിന്നെ മല്ലി ഇതെല്ലാം ഇട്ടിട്ടുണ്ട്, അതിൻ്റെ ഇലയെല്ലാം ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്തൊരു ചെറുനാരങ്ങ, ഉണക്ക് ചെറുനാരങ്ങ, പിന്നെ ഇതിനകത്തൊരു സാധനമുണ്ട് മാഗി ക്യൂബ് എന്ന സാധനം, അതും ഇതിനകത്ത് മിക്സ് ആക്കിയിട്ടുണ്ട്. ഒരു കളറിന് വേണ്ടി കുറച്ച് കാശ്മീരി പൊടിയും ഇട്ടിട്ടുണ്ട്. ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാനിതെല്ലാം ഒന്ന് മിക്സാക്കി കൊടുക്കും. സംഭവം എല്ലാം സെറ്റാക്കി മിക്സാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചോറിൻ്റെ പരിപാടി നോക്കട്ടെ. അതാണ് ഇനി മെയിൻ പരിപാടി. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഒരു സംഭവം മറന്നുപോയി, ഓയിൽ ഒഴിക്കാൻ മറന്നുപോയി. കുറച്ച് ഓയിൽ ഒഴിക്കണം ഇതിൻ്റെ അകത്ത്. കുറച്ച് ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കാം. സൺഫ്ലവർ ഓയിൽ. അപ്പോൾ ചോറിൻ്റെ വെള്ളം ഞാൻ തിളച്ച് വരുന്നുണ്ട്. ഞാനത് അതിൻ്റെ അകത്തേക്ക് മറ്റേ കറുവപ്പട്ടൻ്റെ ഇലയും പട്ട, പിന്നെ അതുപോലെ ആ ഓയിൽ, കുറച്ച് ഓയിലും കൂടി വെക്കണം. പിന്നെ ആ ഓയിലും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം അതിന് കണക്കായിട്ട് ഉപ്പ് ചേർക്കുക. അതിന് ശേഷം അതിനകത്തേക്ക് ഞാൻ അതിന് കണക്കായിട്ട് ഉപ്പ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ വെള്ളം നല്ലോണം തിളച്ചിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ അകത്തേക്ക് അരിയങ്ങിടാം. അതിന് അരിയൊന്നും ഇല്ലാത്ത ഒരു ഹാഫ് വേവോളം വീഴണമെന്നാണ് പറയുന്നത്. നോക്കട്ടെ എങ്ങനെയാണ് സംഭവം. അപ്പോൾ ഏതെല്ലാം ഒരു ഹാഫ് വേവ് നമുക്ക് അരി ഇതിനകത്ത് വേവിച്ചെടുക്കാം. അങ്ങനെ അരി ഇട്ടിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോഴേക്കും അതൊന്ന് നല്ലോണം തിളച്ച് ഒരു ഹാഫ് വേവ് ആയിട്ട് പോലെ അടച്ചു വെക്കാം. അപ്പോൾ നമ്മൾ റൈസ് അങ്ങനെ ഒരു ഹാഫ് വേവിൽ വെന്തിട്ടുണ്ട്. അപ്പോൾ നമ്മളത് എന്താ ചെയ്യുക, ഭയങ്കര ചൂട് ആവി വരുന്നു. അപ്പോൾ അത് നേരെ കുക്കറിൻ്റെ അകത്തേക്ക് ചിക്കൻ്റെ കൂടെ ഒന്ന് മിക്സ് ചെയ്യട്ടെ. അപ്പോൾ ഇത് ഫുള്ളായിട്ട് ചോറ് അതിൻ്റെ കൂടെ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിൽ കുറച്ച് കളറിന് വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾ വെള്ളം ഒഴിക്കണം എന്നാണ് പറയുന്നത് കേട്ടത്. അപ്പോൾ അതും കൂടി ഒഴിച്ചു കൊടുക്കാം. കുറച്ച് അതും കൂടി അങ്ങ് ഒഴിച്ചു കൊടുത്തോളാം അല്ലേ. ഇനി അതിൻ്റെ ഒരു പരാതി വേണ്ട. മഞ്ഞൾ ലൈറ്റായിട്ട് ആക്കിയിട്ടേ, ലൈറ്റായിട്ടൊരു കളർ ഇത്രയും വേണ്ട. കുക്കറിലിട്ട് മൂടി അടച്ച് വെച്ചിട്ടുണ്ട്. ഇനി അതൊരു വിസിലടിച്ചിട്ട് അതിൻ്റെ എയർ പോയിട്ടാകുമ്പോൾ ഒന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളി മന്തി ആയി എന്നാണ് പറയുന്നത് കേട്ടത്. ഇനി നമ്മളതെന്താവുന്നു നമ്മൾ വെച്ച് കണ്ട് തിന്ന് നോക്കിയാൽ നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അതൊന്നിനി ഒരു വിസിലടിക്കുന്നേരം നമുക്ക് വെയിറ്റ് ചെയ്യാം. നമ്മൾ ഹെൽത്തി മയോണൈസ് ആക്കുന്നത്. നമുക്കൊരു മുട്ട വേണം. എത്ര മുട്ടയാ? 2 മുട്ടയാണ് നമ്മൾ എടുക്കുന്നത്. നമ്മൾ റൈസ് ഇവിടെ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. 2 മുട്ട
2 മുട്ട. 1 ഒരു മുട്ടായി, 2 മുട്ട. 2 മുട്ട. ഉപ്പ് വേണ്ട, അടുത്ത് ഉപ്പിടാൻ പോയത്. കുറച്ച് ഉപ്പിടുക. കുറച്ച് പഞ്ചസാര ഇടണം. അന്നേരം ഒരു ടേസ്റ്റ് വരുള്ളൂ. പഞ്ചസാര കുറച്ച് ഇടുന്നുണ്ട്. നമ്മൾ കുറച്ച് സിർക്കയും കൂടി വെക്കുന്നുണ്ട്, വിനീഗർ. സിർക്കേൻ്റെ പേരാണ് വിനീഗർ. കുരുമുളക് ഇടുന്നുണ്ട്. അപ്പം അതിനകത്ത് നമ്മൾ ഓയിൽ ഒഴിക്കുന്നുണ്ട്. നമ്മൾ സൺഫ്ലവർ ഓയിലാണ് എടുത്തത്. എന്നിട്ട് നമ്മൾ എല്ലാം കൂടി മിക്സ് ആക്കുന്നുണ്ട്. കട്ടിയാവുന്നേരം നമ്മൾ ഓയിൽ ഒഴിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് വേറെ ഓയിൽ എടുക്കാം. നമ്മൾ സൺഫ്ലവർ ഓയിലാണ് എടുത്തത്. രാത്രി കട്ടിയാവുന്നേരം കുറച്ച് ഓയിൽ ഒഴിക്കുന്നുണ്ട്. നമ്മൾ മയോണൈസ് റെഡി ആയിട്ടുണ്ട്. പിന്നെ സോസ് നമുക്ക് മസാല വാങ്ങിക്കുമ്പോൾ കിട്ടിയും ടൊമാറ്റോ സോസ് ഒറ്റ ഒന്നാണ്. സോസ് ആയിരിക്കും വേണ്ട. ഹെൽത്തി മയോണൈസ് ആയിട്ട് മൊത്തം ഓയില. ഗൈസ് നമ്മൾ റൈസ് ആയോ നോക്കുന്നു. ആവി കയറ്റി വിട്ടിട്ട് തുറന്ന് നോക്കണം. ഒരു കല്ലിടുന്നുണ്ട്. കല്ല് വെച്ച് ഇതും കൂടി ഒരു സ്മെല്ല് കിട്ടും. അപ്പോൾ നമ്മളെ മന്തി റെഡി. കുക്കർ ഓപ്പൺ ഓപ്പൺ ഓപ്പൺ. സുമ്പടാ സുമ്പടാ. കൈ കൊള്ളുന്നു. നമ്മൾ മന്തി അടിപൊളിയുണ്ട്. നമ്മൾ മുറിച്ചിടട്ടെ. ചിക്കനിൻ്റെ ഉള്ളിൽ തന്നെയുള്ള ചിക്കനെല്ലാം അടിയിലുണ്ട് മോളെ. അപ്പോൾ വേറൊരു പാത്രത്തിലേക്ക് തട്ടിട്ടേ. തട്ടുമ്പം കാണാം. ചിക്കനെല്ലാം വെന്തിട്ട് അടിയിലാണുള്ളത്. ചിക്കൻ നമ്മൾ അൽഫാം പീസ് എല്ലാം വെച്ച് നമ്മൾ സാധാരണ ബിരിയാണി ആക്കുന്ന മറ്റേ പീസല്ലേ. നമ്മൾ മയോണൈസ് ഈ മന്തി ആ കല്ലിട്ട് വെക്കുമ്പോൾ നമ്മൾ മയോണൈസ് ജസ്റ്റ് ഒന്ന് ഫ്രിഡ്ജിൽ തണുപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ചെറിയൊരു കട്ടിയായി കണ്ട. തണുപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഫുഡ് കഴിക്കുമ്പോൾ എടുക്കാൻ ചിക്കൻ ഇതാട്ടാ. തിന്നാൻ നമ്മളതൊന്ന് പ്ലേറ്റിലേക്ക് വിളമ്പി എടുക്കട്ടെ. ആദ്യമായിട്ട് നമ്മൾ ഉണ്ടാക്കിയ മന്തിയാണ് ഞാനുണ്ടാക്കിയത്. ഓക്കെ ഓക്കെ. അപ്പം മന്തി അടിപൊളി മന്തി ആയിട്ടുണ്ട്. നമുക്ക് കഴിച്ചോട്ടെ.